അക്ഷരശ്ലോക രംഗത്തെ കുലപതികളിൽ ഒരാളായ ശ്രീ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ്റെ അംബോപദേശം എന്ന കൃതിയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. മണിപ്രവാള സാഹിത്യത്തിൻ്റെ തുടക്കകാലത്തുള്ള വൈശിക തന്ത്രം എന്ന കൃതിയെ പിൻപറ്റിയാണ് അംബോപദേശങ്ങൾ മലയാളത്തിലുണ്ടാകുന്നത്. വെൺമണി മഹാനാണ് അംബോപദേശത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് വിചാരിക്കുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ, നടുവത്ത് അച്ഛൻ നമ്പൂതിരി, ഒറവങ്കര, മാവേലിക്കര ഉദയവർമ്മ തമ്പുരാൻ, പെട്ടരഴിയം രാമനിളയത് എന്നിവരെല്ലാം അംബോപദേശം എന്ന പേരിൽ കൃതികൾ എഴുതിയിട്ടുള്ളതാണ്. എല്ലാ അംബോപദേശങ്ങളിലും ഒരേ രീതിയാണ് കണ്ടുവരുന്നത്. മുത്തശ്ശി തൻ്റെ കുലത്തൊഴിലായ വൈശിക തന്ത്രം കൊച്ചുമകൾക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ്. അക്ഷര ശ്ലോക കലാരംഗത്തെ ചില ദുഷ്പ്രവണതകൾക്ക് എതിരെയാണ് ശ്രീ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ അംബോപദേശത്തിലൂടെ തൻ്റെ തൂലിക ചലിപ്പിക്കുന്നത്. പഴയകാല അംബോപദേശങ്ങളിൽ വെൺമണി മഹൻ്റെ അംബോപദേശത്തെ പിൻപറ്റിയാണ് ശ്രീ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ തൻ്റെ ഈ അംബോപദേശം എഴുതിയിട്ടുള്ളത്. വെൺമണിയുടെ അംബോപദേശത്തിൽ മംഗളഷൽക്കം, ഉപനയനത്രയം, മന്ത്രദശകം, അനുഭവചതുഷ്കം അങ്ങനെയൊക്കെയാണ് ഓരോ വിഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ശ്രീ അരിയന്നൂരിൻ്റെ അംബോപദേശവും ഉപനയനത്രയം, മന്ത്രദശകം, അവതരണ ചതുഷ്കം, അനുഭവ ചതുഷ്കം പിന്നീടുള്ളതാണ് ഈ കൃതിയെ വ്യതിരിക്തമാക്കുന്നത്. ജഡ്ജി പരിചയത്രയം, ജഡ്ജി ലക്ഷണ പഞ്ചകം, കളരി ചതുഷ്കം. അക്ഷരശ്ലോക രംഗത്തെ മത്സര ആധിക്യത്തിന് എതിരെയാണ് ഈ കൃതിയുള്ളത്. മത്സരങ്ങളിൽ വരുന്ന ജഡ്ജിമാരുടെ ലക്ഷണങ്ങൾ, ജഡ്ജിമാരെ പരിചയപ്പെടുത്തുന്നത്, കളരി ചതുഷ്കം എന്നിങ്ങനെയുള്ള രസകരമായ ചില വിഭാഗങ്ങൾ അദ്ദേഹം ഇതിനകത്ത് നിബന്ധിച്ചിട്ടുണ്ട്. വമ്പോലും സന്മുനീന്ദ്രൻ നിജ മനസി മഹാമത്സരം പൂണ്ടകാലത്തമ്പോടന്നേകി കാൽമാർക്കധികമതു വശാൽ ഭാഗ്യചിഹ്നം കണക്കെ. കാൽമാർക്ക് അധികം നൽകി, അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ ഒരു മാർക്ക് ഉണ്ടായി എന്നുള്ള ആ ഒരു രസകരമായ ഒരു അവതരണത്തോടു കൂടിയാണ് ശ്രീ അരിയന്നൂർ ഉണ്ണികൃഷ്ണൻ്റെ അംബോപദേശം ആരംഭിക്കുന്നത് തന്നെ. അമ്പോ ശ്രീവത്സമാകും കനകമെഡലുമാറാതെ മാറത്തു ചേർത്തോരംഭോജാക്ഷൻ തരട്ടെ കവിത നുരയുമാറക്ഷരാഹ്ലാദമെന്നും എന്നാണ് അംബോപദേശം തുടങ്ങുന്നത്. ഇതുപോലെ തന്നെ വെൺമണിയുടെ അംബോപദേശവും അംഭോജാക്ഷൻ തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശ്ലോകത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അമ്പോടമ്പാടി തന്നിൽ തിറവിന തെരുവിൽ കേവലം കേളിയാടിയിടുമ്പോൾ മെല്ലെന്നൊളിച്ചിട്ടൊരുവളുട പുരേ ചെന്നവാറിന്നിവണ്ണം വമ്പോടംബോപദേശം വട്ടിപൊട്ടു മുഴുവൻ കേട്ടു സന്തുഷ്ടനായോരംഭോജാക്ഷൻ തരട്ടെ തരമുടു തരസ ഭക്തിയും മുക്തിയും മേ. ഈ രണ്ട് ശ്ലോകങ്ങളും പരസ്പര പൂരകങ്ങളായിട്ട് നമുക്ക് അക്ഷരശ്ലോകത്തിൽ ചൊല്ലാം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അംബോപദേശം ഇവിടെ ചൊല്ലി അവതരിപ്പിക്കുന്നത് കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി ഡിഗ്രി വിദ്യാർത്ഥിനി പവിത്ര CV ആണ്. വമ്പോലും സന്മുനീന്ദ്രൻ നിജ മനസി മഹാമത്സരം പൂണ്ടകാലത്തമ്പോടന്നേകി കാൽമാർക്കധികമതു വശാൽ ഭാഗ്യചിഹ്നം കണക്കെ. അമ്പോ ശ്രീവത്സമാകും കനകമെഡലുമാറാതെ മാറത്തു ചേർത്തോരംഭോജാക്ഷൻ തരട്ടെ കവിത നുരയുമാറക്ഷരാനന്ദമെന്നും. അംഭോജലോചനമുരാന്തകമായ തൻ്റെ കുംഭോപമസ്തനയുഗേ മെഡലെന്ന പോലെ സംഭോഗജന്യനഖരക്ഷതമുദ്ര ചാർത്തുമംഭോധരാഭകളനമ്പതു കുമ്പിടുന്നേൻ. അംബോപദേശമിതു കേട്ടുമടുത്തു തത്വസംബോധനം മതി ജനിത്രി കുറച്ചു നേരം. അംബോപദേശമതു കേൾക്കണമെന്നുരയ്ക്കും ലംബോദരൻ മമ മനസ്സിലുണർന്നിടട്ടെ. കുണ്ടൂരു നിന്നു ഗുരുവായൂപുരത്തിലേക്കു പണ്ടൂറ്റമോടു മകളോടൊരുമിച്ചു
കുറിച്ചു പോകെ മുണ്ടൂരിലെത്തിയ മുതുക്കി മുറുക്കി രണ്ടാം മുണ്ടൂർന്നതൊന്നു ശരിയാക്കി വധിച്ചിദേവം. മഞ്ജുത്വമാർന്ന മകളെ മമ സാരവാക്യം നെഞ്ചിൽ ധരിച്ചു നിറിവോടു തുടർന്നു പോകിൽ. കഞ്ചാക്ഷനായ കമലാപതി തന്റെ നാമം രഞ്ജിച്ചിടുന്ന മെഡലൊന്നു കരസ്ഥമാക്കാം. ഇന്നുണ്ടു സൽസഭകളേറെ നമുക്കു നാട്ടിൽ, മിന്നുന്ന നൽകനകമുദ്രകളുണ്ടതിങ്കൽ. എന്നും നിനക്കവ തരപ്പെടുവാൻ തരത്തിലൊന്നുണ്ടുപായമതു ഞാനറിയുന്നതോതാം.